കടം മേടിക്കുകയും കൊടുക്കുകയും അതുപോലെ എന്തെങ്കിലും ലോണുകളുമായിട്ടൊക്കെ മുന്നോട്ടൊക്കെ പോകുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ കടം കൊടുക്കാനോ മേടിക്കാനോ അല്ലെങ്കിൽ പൈസ ഇടപാടുകൾ നടത്താനോ ഒന്നും പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു നമുക്ക് അനുയോജ്യമല്ലാത്ത ദിവസങ്ങളിൽ പണമിടപാടുകൾ നടത്തി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ അപ്പോഴത്തെ ആ കാര്യം നടക്കും എന്നുള്ളതല്ലാതെ പിന്നീട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കുറച്ച് ദിവസങ്ങളിൽ പണമിടപാടുകളൊന്നും നടത്താതെ നമ്മൾ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വിജയം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക വിജയം ഉണ്ടാവാനായിട്ട് ഏതെല്ലാം ദിവസങ്ങളിലാണ് നമ്മൾ പണമിടപാടുകളൊക്കെ നടത്താതിരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികം കൂടുതലായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാനായിട്ട് നമ്മൾ ഏത് ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുമൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നത് ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ചൊവ്വ വെള്ളി ദിവസങ്ങൾ എന്ന് പറയുന്ന മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. മഹാലക്ഷ്മിയുടെ ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ 2 ദിവസങ്ങളിൽ നമ്മൾ പണം കടം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പണം നമ്മൾ കടം കൊടുത്ത അല്ലെങ്കിൽ ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടങ്ങൾ കൂടി വരികയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സന്ധ്യാസമയങ്ങളിൽ ത്രിസന്ധ്യാ സമയങ്ങളിൽ വിളക്ക് വെക്കുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഈ പണമിടപാടുകളൊന്നും നടത്താൻ പാടില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പണമിടപാടുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ത്രിസന്ധ്യയ്ക്ക് മുമ്പായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് കുറച്ച് ആ ഒരു സന്ധ്യ സമയം കഴിഞ്ഞ് നമ്മൾ വിളക്ക് വെക്കുന്ന സമയമൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നടത്തുന്നതും കുഴപ്പമൊന്നുമില്ല. കൂടുതലും നമ്മൾ ഈ ഒരു വിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു സമയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് കടം കൊടുക്കുന്നത് തന്നെയല്ല, നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നതും ഈ ത്രിസന്ധ്യ സമയങ്ങളിൽ നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കടക്കെണികൾ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ചൊവ്വ വെള്ളി ദിവസങ്ങളും ത്രിസന്ധ്യ സമയങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കാർത്തിക, മകം, ഉത്രം, ചിത്തിര, മൂലം, രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ധനം വാങ്ങുന്നതോ കൊടുക്കുന്നതോ നല്ലതല്ല എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളുക. ആ ദിവസങ്ങളിലും പണമിടപാടുകൾ നടത്തുന്നത് പൊതുവേ നല്ലതല്ല എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിലും കൂടെ. അപ്പോൾ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലാതെ ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ കുടുംബത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ സന്ധ്യാസമയങ്ങളിലൊക്കെ പൈസ വാങ്ങലും കൊടുക്കലും ഒക്കെ ഉണ്ട്. സന്ധ്യാസമയങ്ങളിൽ നമ്മൾ കടയിലൊക്കെ പോയി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. അങ്ങനെയുള്ള കടമില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതും അതും വലിയൊരു കാര്യമല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നൽകുന്ന ഒരു ദിവസമാണ് വ്യാഴം. വ്യാഴാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ദിവസമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ചില ചിട്ടകൾ ശീലിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അലട്ടുകയില്ല എന്നുള്ളതൊരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നല്ല ദിവസമാണ് വ്യാഴാഴ്ച. ധനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും കാരകനായ വ്യാഴഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ദിവസമായതുകൊണ്ടാണ് ദാനധർമാദികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായിട്ട് ഈ ഒരു വ്യാഴാഴ്ചയെ കണക്കാക്കുന്നത്. ദാനങ്ങളാൽ ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അന്നദാനം തന്നെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദാനം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അന്നദാനം ഈ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിശ്രേഷ്ഠമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് പണം കൊണ്ടുവരാൻ നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒന്ന് നോക്കാം. ആ ദിവസങ്ങളിൽ ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ നമ്മളൊന്ന് ശീലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരു പരിധിവരെ കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും.
നമുക്കറിയാലോ ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമൊക്കെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അവിടെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെങ്കിലും മതി. ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്കവിടെ പോയി ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസങ്ങളിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും വഴിപാടുകളൊക്കെ അവിടെ കഴിക്കുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തുളസിമാല മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പോൾ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞൾ പൂക്കൾ ഭഗവാൻ അർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാളും പേരും ഒക്കെ പറഞ്ഞ് ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നതും വളരെ സൗഭാഗ്യം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഭാഗ്യസൂക്ത അർച്ചന നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് നടത്താവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുറ്റത്ത് തുളസിച്ചെടി നട്ടു വളർത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു തുളസിച്ചെടിക്ക് വ്യാഴാഴ്ച വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു തുളസിച്ചെടിക്ക് പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുളസിത്തറയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു അതിന് വിളക്കൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി തുളസിത്തറ ഇല്ലെങ്കിൽ പോലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ മുറ്റത്തുള്ള തുളസിയുടെ അടുത്ത് ചെന്ന് നമുക്ക് ആ ഒരു തുളസിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ആ തുളസിയുടെ ചുറ്റും നമുക്ക് ഒന്ന് വലമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ തുളസി മന്ത്രമൊക്കെ ജപിക്കുകയാണെങ്കിലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെ ജപിച്ചില്ല എങ്കിൽ പോലും നമുക്ക് മഹാലക്ഷ്മിയോടോ മഹാവിഷ്ണുവിനോടൊക്കെ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാനും കൂടി ഒന്ന് നോക്കിക്കൊള്ളുക കേട്ടോ. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു കേട്ടോ. അതായത് തിരുപ്പതി ഭഗവാനും വ്യാഴാഴ്ച ദിവസം ശ്രേഷ്ഠതയുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ഓം നമോ വെങ്കടേശായ എന്നാണ് ഈ ഒരു ഭഗവാന്റെ മന്ത്രം. അപ്പോൾ ആ ഒരു മന്ത്രം നമ്മളൊരു 108 തവണ ജപിക്കുന്നതാണ് അതിശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. അപ്പോൾ 108 തവണ ജപിക്കാൻ പറ്റുന്ന ആളുകൾ ജപിച്ചുള്ളൂ. ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നമ്മളൊരു 108 തവണ ജപിച്ചോളൂ. അത് ശ്രേഷ്ഠമാണ്. ഇനിയിപ്പോൾ 108 തവണ ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 21 തവണയെങ്കിലും നമ്മൾ ഈ ഓം നമോ വെങ്കടേശായ എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം ജപിക്കുക. അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അർച്ചനകളൊക്കെ നടത്തുക, വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ തന്നെ അതങ്ങനെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. സാമ്പത്തികം നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതെല്ലാം മാറിപ്പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.